വെലോസിറ്റിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ക്വാണ്ടിറ്റിയാണ്, ആക്സിലറേഷൻ എന്ന് പറയും. ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം, സമയം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സമയം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറില്ല. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 10 km/s ആണെങ്കിൽ രണ്ടാമത്തേലും 10 km/s തന്നെ ആയിരിക്കും. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. അങ്ങനെയുള്ള കേസിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത്? വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് അല്ലേ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നാൽ നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. ഓരോ സമയം നമ്മളെടുത്താലും വ്യത്യസ്ത വാല്യൂ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ ഓരോ പാത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും വ്യത്യസ്ത വെലോസിറ്റിയാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മളെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആവില്ല. നമുക്കൊരു സിമ്പിൾ ഉദാഹരണം വെച്ചിട്ട് പറയാം. നമ്മളൊരു കാറ് നിർത്തിയിട്ട ഒരു കാറ് മൂവ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ നിൽക്കും അല്ലേ. വളരെ പതുക്കെയാണ് തുടങ്ങുക, പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടി 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 അങ്ങനെ വരും. അല്ലെങ്കിൽ ഒരു ട്രെയിൻ സങ്കല്പിക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ട്രെയിന് അതിൻ്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കുറേ ദൂരം, ഒരു 4-5 കിലോമീറ്ററൊക്കെ അതിൻ്റെ വേഗത അങ്ങനെ കൂടി 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 വരും. പിന്നീട് അതൊരു നിശ്ചിത വേഗതയിൽ മാത്രം പോകും. ഉദാഹരണം 60 km/h ആണ് ട്രെയിനിൻ്റെ വേഗതയെങ്കിൽ 60 km/h അത് പോകും. പക്ഷേ 60 km/h എത്തുന്നത് വരെ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കും. ആ സമയത്താണ് നമ്മൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുക. 0 ആയിരുന്ന അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് 60-ലെത്തി. ആ ഒരു ഡ്യൂറേഷൻ, അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നീട് 60-ൽ തന്നെ അത് പോകുന്ന സമയത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി 0 ആണ്. അപ്പം ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി മെഷർ ചെയ്യാനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിലുണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുക. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും, ഇപ്പോൾ നമുക്ക് ട്രെയിൻ ആവാം, ബസ്സാവാം, എന്തോ ആവാം, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ u എന്നെടുക്കുകയാണ്. ഫൈനൽ വെലോസിറ്റി നമ്മൾ v എന്നെടുക്കുകയാണ്. അത് അത്രയും യുവിൽ നിന്ന് വിയിലേക്ക് അതിൻ്റെ വെലോസിറ്റി എത്താനെടുത്ത സമയത്ത് നമ്മൾ t എന്നെടുക്കുകയാണ്. അതിനാൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ t. ദാറ്റ് മീൻസ് a is equal to v minus u by t. ഓക്കെ, a is equal to v minus u by t. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുക ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ്. ആക്സിലറേറ്റഡ് മോഷൻ. ഇനി ഈ ആക്സിലറേഷൻ, നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷന് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ നമ്മളുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് എന്ന് വിളിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു കാർ നമ്മൾ തള്ളി നീക്കുകയാണ്, ബ്രേക്ക് ഡൗൺ ആയ ഒരു കാർ നമ്മൾ തള്ളി നീക്കുകയാണ്. അപ്പോൾ കാറ് മൂവ് ചെയ്യുന്നത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും, നമ്മൾ ആ ഡയറക്ഷനിൽ തന്നെ ഫോഴ്സും കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ആക്സിലറേഷൻ, ആ സമയത്തുണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു കാർ ഉരുണ്ട് വരികയാണ്, അതിന് നമ്മൾ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഒരു ബസ്സിന് അല്ലെങ്കിൽ ഒരു കാറിന് നമ്മൾ ആക്സിലറേറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്, നമുക്കറിയാം. ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതും വണ്ടി മൂവ് ചെയ്യുന്നതും ഒരേ ഡയറക്ഷനിലേക്കാണ്, അപ്പോൾ പോസിറ്റീവാണ്. നമ്മൾ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് വണ്ടി മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്കതിനെ
നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നിങ്ങൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് ഈ യൂണിറ്റിന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ m(s)-2. ഇതെന്താ ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നത്? നമുക്കറിയാം, നമ്മളുടെ ഇക്വേഷൻ a=v-u/t ആണ്. വിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, യുവിൻ്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ v-u എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനാണ് ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി മാറുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യും? ഉദാഹരണം 5 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ മിനിറ്റിലും 5 മീറ്റർ വെച്ചിട്ട് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന, ആ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എന്ന് പറയുന്നത് ഈക്വൽ എമൗണ്ട് ആണ്, ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നമ്മൾ ഒരു മിനിറ്റിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഇത്ര വെച്ച് കൂടുന്നു, അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും അതിൻ്റെ സ്പീഡ് ഇത്ര വെച്ച് കുറയുന്നു. അതായത് ഒരു ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം നമ്മൾ എടുത്താൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, ഒരു കൃത്യമായ ഒരു ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് കൂടുന്നതെങ്കിൽ നമ്മളതിനെ വിളിക്കുക യൂണിഫോം ആക്സിലറേഷൻ എന്നാണ്. യൂണിഫോം ആക്സിലറേഷൻ. If an object travels in a straight line and its velocity increases or decreases by equal amounts in equal interval of time, then the acceleration of object is said to be uniform acceleration. ഒരു ഉയരത്തിൽ നിന്ന് താഴോട്ടേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണ്, വേറെ അതൊന്നുമില്ല. നമ്മളൊരു ബിൽഡിങ്ങിന് മുകളിൽ കയറി ഒരു കല്ല് താഴോട്ടിടുകയാണ്, അത് ഫ്രീ ഫോളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കും. ഭൂമി ഓരോ സെക്കൻഡിലും അതിന് 9.8 മീറ്റർ വെച്ചിട്ട് താഴോട്ടേക്ക് വലിക്കും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ ആക്സിലറേഷൻ. അതേസമയം നമ്മളൊരു കാറ് അല്ലെങ്കിൽ ഒരു ബസ്സൊക്കെ സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിലറേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും, അല്ലേ? അതിന് നമ്മൾ നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്നാണ് വിളിക്കുക. അതായത് നമ്മളൊരു ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എടുത്ത് അൺഈക്വൽ എമൗണ്ടിലാണ് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണ് നമ്മളതിനെന്ത് വിളിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ യൂണിഫോം ആക്സിലറേഷനും നോൺ യൂണിഫോം ആക്സിലറേഷനും. എന്താണ് ആക്സിലറേഷൻ എന്ന് മനസ്സിലായില്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. എക്സാമ്പിൾ 8.4. സ്റ്റാർട്ടിങ് ഫ്രം എ സ്റ്റേഷനറി പൊസിഷൻ, രാഹുൽ പെഡൽസ് ഹിസ് ബൈസിക്കിൾ ടു attain a velocity of 6 meter per second in 30 seconds. Then he applied brakes such that the velocity of the bicycle comes down to 4 meter per second in the next 5 seconds. Calculate the acceleration of the bicycle in both the cases. രണ്ട് കേസാണ് പറയുന്നത്. ഒന്ന്, ഒരു സ്റ്റേഷനറി പൊസിഷനിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു സൈക്കിള് അത് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. അതിന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ട് 6 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് അതെത്തി 30 സെക്കൻഡ് കൊണ്ട്. പിന്നെന്ത് ചെയ്തു? ബ്രേക്ക് പിടിച്ചിട്ട് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്തു അടുത്ത 5 സെക്കൻഡ് കൊണ്ട്. 30 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിലെത്തിയതിന് 5 സെക്കൻഡ് കൊണ്ട് ഇതിലെത്തിച്ചു 4 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ രണ്ട് കേസിലും ഇതിനുണ്ടായിട്ടുള്ള ആക്സിലറേഷനാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ നമുക്കറിയാം. ഇനിഷ്യൽ വെലോസിറ്റി ഓരോന്ന് വേറെ കേസാണ് കേട്ടോ. ഒന്നാമത്തെ കേസിൽ, ഫസ്റ്റ് കേസിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u=0 ആണ്, നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ അറ്റൈൻ എ മാക്സിമം വെലോസിറ്റി. ഓക്കെ, 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനടുത്ത ടൈം t എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് നേരിട്ട് ഈക്വേഷനിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി. a=v-u/t നമ്മൾ ഈ വാല്യൂ നേരിട്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? v എന്ന് പറയുന്നത് 6 ആണ്. 6 - 0/30. ഓക്കെ, 6/30 നമുക്ക് എന്ത് കിട്ടും? 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആക്സിലറേഷൻ 0.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
ഇനി രണ്ടാമത്തെ കേസിലോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കേസ് ആകുമ്പോഴേക്കും നമ്മളുടെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്യും അല്ലേ? കാരണം നമ്മൾ ആദ്യത്തെ കേസിൽ നിശ്ചലാവസ്ഥയുള്ള സൈക്കിള് അതിൻ്റെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിച്ചെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സാധനം അതിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡാണ്. അതിനടുത്ത ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ 4 മൈനസ് വി മൈനസ് യു ബൈ ടി ആണ്. ഇവിടെ വി എന്ന് പറയുന്നത് 4 ആണ്. വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ -2/5 ഇസ് ഈക്വൽ ടു -0.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആദ്യത്തെ കേസിൽ 2.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ രണ്ടാമത്തെ കേസിൽ അത് -0.4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഒന്ന് ഫോർവേഡ് ഡയറക്ഷനിലാണ്, ഒന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ്. അത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ അതേ സെയിം ഡയറക്ഷനിലാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ആക്സലറേഷൻ നമ്മൾ നെഗറ്റീവ് ആക്സലറേഷൻ ഉണ്ട്, അതേപോലെ പോസിറ്റീവ് സൈഡിലേക്കുള്ള ആക്സലറേഷനും വരും. നെഗറ്റീവ് സൈഡിലേക്കാണ് ആണെങ്കിൽ, അതായത് ബാക്ക്വേർഡ് ആണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും ആക്സലറേഷൻ ഉണ്ടാവുക. അത് നമ്മൾ ഡീസിലറേഷൻ എന്നും കൂടെ പറയാറുണ്ട്. വാഹനങ്ങളുടെ ബ്രേക്കൊക്കെ അതിന് ഉദാഹരണമാണ്. ഫോർവേഡ് ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയും. ഓരോ സെക്കൻഡിലും നമ്മുടെ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പറയാനുള്ളത്. മോഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.